ഹായ് ഗുഡ് മോർണിംഗ്. ടാരോട്ട് റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പിള്ളേരുടെ എനർജി എന്ന് നമുക്ക് നോക്കാം. ഡിവൈൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഗൈഡൻസ് തരാനുണ്ടോ നമുക്ക് നോക്കാം കേട്ടോ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഹാപ്പി ആയിട്ടിരിക്കും മക്കളെ. ഫസ്റ്റ് കിങ് ഓഫ് കപ്സ് ആണ് വന്നത്. പിന്നെ 6 ഓഫ് പെൻറ്റക്കിൾസ്, വീൽ ഓഫ് ഫോർച്യൂൺ, ടെമ്പറൻസ് വന്നിട്ടുണ്ട്. ഒരു കാർഡ് എടുക്കാം. 10 ഓഫ് പെൻറ്റക്കിൾസ്. ഇത്രയും കാർഡാണ് വന്നിരിക്കുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ബോട്ടം വന്നിരിക്കുന്നത് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആയതുകൊണ്ട് ഫ്യൂച്ചറിലേക്ക് വേണ്ട പ്ലാൻ നടത്തുന്ന ദിവസമുണ്ട്. ചിലപ്പോൾ നിങ്ങൾ കുറച്ച് നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ഒരു വീടിന്, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ, അല്ലെങ്കിൽ ഒരു വാഹനം സ്വന്തമാക്കണം. ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹം നിങ്ങൾ കുറേ നാളായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന് അതിന് ഒരു തുടങ്ങി വെക്കുന്നു. നീ വീടിനാണെങ്കിൽ എന്താണ് ഒരു കല്ലിടുകയോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം, ഇല്ലെങ്കിൽ വണ്ടിയൊക്കെ വാങ്ങിക്കാൻ നമ്മൾ അഡ്വാൻസ് കൊടുത്തിടുക, അങ്ങനെ എന്തോ ഒരു സ്റ്റാർട്ടിങ് ആണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ട എന്തോ ഒരു കാര്യമാണ്. ആ ഒരു കാര്യം തുടങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ദിവസം. അതല്ലെങ്കിൽ നിങ്ങളെല്ലാവരുടെ ചേർന്നിരുന്ന് ആലോചിച്ച് അതിനൊരു തീരുമാനം എടുക്കുകയാണ്. അത് ഇന്ന ദിവസം നമുക്ക് സ്വന്തമാക്കണം, അല്ലെങ്കിൽ നമുക്കത് വാങ്ങണം എന്നൊക്കെ, അങ്ങനെ എന്തോ ഒരു പ്ലാൻ നടക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം. അപ്പോൾ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിരിക്കുന്നത് അതാണ്. പിന്നെ ഫസ്റ്റ് വന്നത് കിങ് ഓഫ് കപ്സ് ആണ് വന്നത്. ശരിക്കും ഇന്ന് നിങ്ങൾ നല്ലൊരു ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കും. ഈഗോ ഒന്നും ഇല്ലാതെ നല്ല സിമ്പിളായിട്ടിരിക്കുന്ന ദിവസമായിരിക്കുന്നത് കേട്ടോ. കാരണം മറ്റുള്ളവരുടെയൊക്കെ ഇമോഷണൽ മനസ്സിലാക്കി അവരെ ഒരുപാട് സ്നേഹിക്കുകയും റെസ്പെക്റ്റ് ചെയ്യുകയും ചേർത്ത് നിർത്തുകയും ഒക്കെ ചെയ്യുന്ന ദിവസമായിരിക്കുന്നത്. കാരണം നിങ്ങൾ അത്രയും സിമ്പിളായിരിക്കുന്ന ദിവസം. ഒരു ഈഗോയും കാണത്തില്ല. ആര് ഒരു ഇമോഷണലി വന്ന് നിങ്ങളുടെ എന്തെങ്കിലും ഒരു സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ ആ ഒരു ഫീലിംഗ് മനസ്സിലാക്കാനും അവരെ അതിൽ നിന്ന് എന്താണ് ഒരു ആശ്വാസം നൽകാനും സ്നേഹം കൊടുത്ത് അവരെ ചേർത്ത് നിർത്താനും ഒക്കെ ഇന്ന് ശരിക്കും ആ ഒരു എനർജിയാണ് കൂടുതലും കാണിക്കുന്നത്. എന്തായാലും നിങ്ങൾ നല്ല സ്നേഹം എല്ലാവർക്കും കൊടുത്ത് എല്ലാവരും ചേർത്ത് നിർത്തുന്ന ദിവസമായിരിക്കും ഇന്നത്തെ. അതല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആരെങ്കിലും അങ്ങനെ ഒരു വ്യക്തിയെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്നേഹത്തോട് ആഗ്രഹിക്കുന്നെങ്കിൽ ആ ഒരു വ്യക്തി ഈഗോ ഒക്കെ മാറ്റി നിങ്ങളിലേക്ക് വരുന്ന ദിവസമാണിന്ന്. അപ്പോൾ ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് കിങ് ഓഫ് കപ്സ് വന്നിരിക്കുന്നുണ്ട് നടക്കും. പിന്നെ 6 ഓഫ് പെൻറ്റക്കിൾസ് ആവുന്നത്. എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്ക് ഓരോ റിലേഷൻഷിപ്പിലുള്ള ഓരോ വ്യക്തിയോടും എത്രമാത്രം സ്നേഹമുണ്ടോ അതേ സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന ദിവസമായിരിക്കും. പിന്നെ ഫിനാൻഷ്യലി നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ ഫലം കിട്ടുന്നതിന്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ എന്താണ് ചെയ്തിട്ട്, ചിലപ്പോൾ നമ്മളൊരു ചിട്ടി കയറുന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ലോണിന് അപേക്ഷിച്ചോ, അപ്പോൾ അങ്ങനത്തെയൊക്കെ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് അത് അനുകൂലമായി കിട്ടും. ഫിനാൻഷ്യലി എന്തെങ്കിലും ഹൈയിൽ നിൽക്കുന്ന എനർജിയാണ് കൂടുതലും കാണിക്കുന്നത്. അബണ്ടൻസ് തന്നെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് സന്തോഷം വരുന്ന രീതിയിൽ ആ ഒരു പൈസ നിങ്ങളുടെ കയ്യിലേക്ക് വന്നു തരും. കാരണം നിങ്ങൾ ആഗ്രഹിച്ച ഒരു തുക തന്നെ നിങ്ങൾക്ക് കിട്ടും. ചിലപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചിട്ട് അവർ കുറേ നാളുകൊണ്ട് ഒഴിഞ്ഞു മാറി നടക്കുമായിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം അവർ ചിലപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് അങ്ങനെ ഒരു ഹെൽപ്പ് തരുന്ന ദിവസമാണ്. പിന്നെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. ഫ്രഷ് ന്യൂ സ്റ്റാർട്ടാണ് വീൽ ഓഫ് ഫോർച്യൂൺ വന്നിരിക്കുന്നത് കാണിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്നായിരിക്കും ഒരു പ്രോഗ്രസ് ഉണ്ടാകുന്നത്. എന്തെങ്കിലും യാത്രയൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അതൊക്കെ അനുകൂലമായി വരുന്നതാണ്. അപ്പോൾ അതാണ് വീൽ ഓഫ് ഫോർച്യൂൺ. ടെമ്പറൻസ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ആൻസസ്റ്റേഴ്സിൻ്റെ ബ്ലെസ്സിങ് നിറഞ്ഞു നിൽക്കുന്ന ദിവസമാണിന്ന്. നിങ്ങൾക്ക് ഡിവൈനായിട്ടൊരു കണക്ഷൻ ഫീൽ ചെയ്യും. പിന്നെ കുടുംബക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോയി തൊഴാൻ നോക്കുക. ആ ഒരു ബ്ലെസ്സിങ്സ് ഉണ്ട്. അപ്പം പിന്നെ നമ്മൾ ഒന്ന് തൊഴുകയും കൂടെ ചെയ്യുക അവിടെ പോയിട്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് ബാലൻസിലേക്ക് എത്തുന്നുണ്ട്. ടെമ്പറൻസ് വന്നത് കൂടുതൽ അതാണ് ബാലൻസിലേക്ക് എത്തുന്നതാണ് കാണിക്കുന്നത്. പിന്നെ ആ ഒരു നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ 2 സിറ്റുവേഷൻ കാണും. അത് വിഷമമുള്ളതും കാണും, സന്തോഷമുള്ളതും കാണും. നിങ്ങളെപ്പോഴും ആ ഒരു വിഷമത്തിനായിരിക്കും കൂടുതലും പ്രാധാന്യം കൊടുത്ത് അതിലേക്കായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. പാസ്റ്റിൽ നടന്ന പഴയ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് അത് തന്നെ റീതിങ്ക് ചെയ്ത് അതിലൂടെ ഇങ്ങനെ വിഷമിച്ചിരിക്കും. അപ്പോൾ അത് വേണ്ട. നമ്മളെപ്പോഴും ഒരു ഡിവൈൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് നമ്മൾ പാസ്റ്റിലെ കാര്യം വിടുക, അതൊക്കെ ഒന്ന് ഹീൽ ചെയ്ത് കളയുക.
പഴയ എന്തെങ്കിലും റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പെയിനായിട്ട് കിട്ടിയിട്ടുണ്ടോ അതിലൊക്കെ തന്നെ വീണ്ടും സ്റ്റക്കായിരിക്കുന്ന കുറേ ആൾക്കാർ എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാറാൻ നോക്കുക, സന്തോഷമായിട്ടിരിക്കുക. നമ്മളെപ്പോഴും സന്തോഷത്തിനും പോസിറ്റീവായ കാര്യങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രയോറിറ്റി കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് നല്ല കാര്യങ്ങൾ അട്രാക്റ്റ് ആവത്തുള്ളൂ. പിന്നെ 10 ഓഫ് പെന്റിക്കിൾസ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിന്ന് ചെയ്യും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ നിങ്ങൾക്കൊരു ഡ്രസ്സ് വാങ്ങിക്കുന്നതാണോ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല ഫുഡ് കഴിക്കുക, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തായാലും ഫിനാൻഷ്യലി പറഞ്ഞ അബണ്ടൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെ നിന്നൊക്കെയോ കുറേ പൈസ വന്നിരുന്ന ദിവസം ഇന്ന് ഫാമിലിയിൽ നിന്ന് ഫുൾ സപ്പോർട്ട് കാണും. പിന്നെ എല്ലാവരുടെയും ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ആയിരിക്കും ഇന്നത്തെ ദിവസം. നിങ്ങൾ അത്ര സ്നേഹത്തോടെ ഇരിക്കുകയും ചെയ്യും. പിന്നെ നിങ്ങളുടെ ഇതിനകത്ത് 10 ഓഫ് പെന്റിക്കിൾസ് വന്നിരിക്കുന്നതിനകത്ത് ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ പെറ്റ്സിനോടൊക്കെ ഒരുപാട് അടുപ്പമുള്ളവർ അതിനോട് കൂടുതൽ സമയം ചിലവിടാൻ ഇന്നത്തെ ദിവസം നിങ്ങൾ കുറേ സമയം കണ്ടെത്തും. കാരണം അതിൻ്റെ അടുത്തായിരിക്കും ഏറ്റവും കൂടുതൽ സമയം ചിലവാക്കുന്നത്. അത്രയും അതുങ്ങളെ സ്നേഹിക്കുന്ന ഏതൊക്കെ കുറേ വ്യക്തികളുണ്ട്. അപ്പം അതുങ്ങളുമായിട്ട് കൂടുതൽ അടുക്കുന്ന എനർജി കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ പ്രകൃതിയുമായിട്ട് കൂടുതൽ അടുത്തിരിക്കുക. എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ പ്രകൃതിയിൽ വെറുതെ എങ്കിലും നമ്മൾ ചെരുപ്പൊന്നും ഇല്ലാതെ കുറേ സമയം ഒന്ന് മണ്ണിൽ നടക്കുക. ഓരോ കിളികളെ അത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ചൂട് സമയമൊക്കെയാണ്, കുറച്ചൊരു ഫുഡ് പുറത്ത് വെച്ച് കൊടുത്താൽ നമ്മൾ വെക്കുന്ന ചോറിലൊരു ശകലം മതി വെച്ച് കൊടുത്താൽ അതുങ്ങൾക്കൊരു സമാധാനമായിരിക്കും, അതുങ്ങൾക്കൊരു ആശ്വാസമായിരിക്കും. അത് ഒരു കുഞ്ഞു പാത്രത്തിൽ ഇച്ചിരി വെള്ളവും വെച്ച് കൊടുത്താൽ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കുക എല്ലാവരും. പിന്നെ ടെമ്പറൻസ് വന്നിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു, ചില കാര്യങ്ങളിൽ നെഗറ്റീവായിട്ടുള്ളൊരു ഒരു ലിമിറ്റേഷൻസ്, എന്തെങ്കിലും കാര്യങ്ങളിൽ മുമ്പോട്ട് പോകാൻ പോലും ചിലപ്പോൾ കൺഫ്യൂഷൻ തോന്നും. അങ്ങനത്തെ ചില നെഗറ്റീവ് കാര്യങ്ങളിൽ ഒരു ലിമിറ്റേഷൻസ് എല്ലാം മാറ്റി വെച്ച് കോൺഫിഡൻസ് ലെവൽ കൂട്ടി നല്ല പ്രൗഡ് നേടിയിരിക്കുന്ന എനർജിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, ഓരോ വ്യക്തിയും യൂണിക്കാണെന്ന് മനസ്സിലാക്കി അപ്പം ഓരോ ജീവനിലും നിങ്ങൾ ഒരു എനർജി കണ്ട് നിങ്ങൾ അങ്ങനെ ഡിവൈനിൽ കൂടുതൽ കണക്റ്റ് ആകുന്ന ദിവസമാണിന്ന്. അപ്പം ഇതാണ് ഇന്നത്തെ എനർജി എല്ലാവരുടെയും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. റെസിനേറ്റ് ആണെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്താൽ ഒരുപാട് സന്തോഷമായിരുന്നു. ഓക്കെ, താങ്ക് യു.